ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വശത്ത് വ്യക്തമായ കാഴ്ചപ്പാടും ശക്തമായ നേതൃത്വവുമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ബി.ജെ.പിയും, മറുഭാഗത്തോ പരസ്പരം ചെളിവാരി എറിയാനും ഈഗോ കാണിക്കാനും മാത്രം അറിയാവുന്ന തങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി നെട്ടോട്ടം ഓടുന്ന ഒരു കൂട്ടം പ്രാദേശിക നേതാക്കളും അവരുടെ ഇന്ത്യ എന്ന പേരിട്ട സഖ്യവും. എന്തൊക്കെയായിരുന്നു ബഹളം! മോദിയെ താഴെയിറക്കും, ബി.ജെ.പി ഒതുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ കൊട്ടിഘോഷങ്ങളോടെയാണ് ഈ സഖ്യം രൂപീകരിച്ചത്. എന്നാൽ ഇന്ന് ഈ സഖ്യത്തിന്റെ അവസ്ഥ എന്താണ്? സ്വന്തം തട്ടകങ്ങളിൽ പരാജയപ്പെട്ട് തുന്നം പാടിയ നേതാക്കളുടെ ഒരു വെറും ഗെറ്റ് ടുഗദർ മാത്രമായി ഈ സഖ്യം മാറിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ സഖ്യത്തിന്റെ കഥ തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബംഗാളിൽ ബി.ജെ.പിയുടെ വളർച്ച കണ്ട് ഭയന്ന് അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി മമത മുൻകൈയെടുത്ത് വിളിച്ചുകൂട്ടിയതാണ് ഈ യോഗം. ഡൽഹിയിൽ വന്നിരുന്ന വലിയ ചർച്ചകളൊക്കെ നടത്തി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ അവർ കരുതി രാജ്യം മുഴുവൻ തങ്ങളുടെ കൂടെ പോരുമെന്ന്. എന്നാൽ യോഗം കഴിഞ്ഞിറങ്ങിയ ഉടൻ തന്നെ തുടങ്ങിയതെന്താണ്? പരസ്പരം കാലുവാരലും തമ്മിൽ തല്ലും. കോൺഗ്രസിന് 4 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടെന്നത് ശരിയാണ്. പക്ഷേ തുടർച്ചയായി 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തെ ജനങ്ങൾ തൂത്തെറിഞ്ഞ പാർട്ടിയാണ് അവരെന്ന കാര്യം ഇവർ മറന്നുപോയി. തോറ്റമ്പി ഒരു പാർട്ടിയെ മുൻനിർത്തി ബി.ജെ.പിയെ നേരിടാനിറങ്ങിയ പ്രതിപക്ഷത്തിന്റെ ബുദ്ധി ശരിക്കും സമ്മതിക്കണം. ഈ സഖ്യത്തിലിരിക്കുന്ന ബാക്കി നേതാക്കളുടെ അവസ്ഥ നോക്കൂ. ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ട് രാഷ്ട്രീയ അസ്ഥിരത നേരിടുന്ന തേജസ്വി യാദവ്, മഹാരാഷ്ട്രയിൽ സ്വന്തം പാർട്ടിയും ചിഹ്നവും വരെ നഷ്ടപ്പെട്ട് അണികളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ പോയ ശരത് പവാറും ഉദ്ധവ് താക്കറെയും, ഉത്തർപ്രദേശിൽ വട്ടപൂജ്യമായി മാറിയ അഖിലേഷ് യാദവ്, സ്വന്തം സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ തിരസ്കരിച്ച ഈ പ്രാദേശിക നേതാക്കളെല്ലാം കൂടി ഡൽഹിയിൽ ഒത്തുകൂടിയാൽ മോദി പേടിക്കുമെന്നാണ് ഇവരുടെ വിചാരം. എന്തൊരു തമാശയാണിത്! ഇതിലും വലിയ തമാശ മറ്റൊന്നാണ്. ഈ സഖ്യത്തിലെ 2 ശക്തരായ പ്രാദേശിക നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും എം.കെ. സ്റ്റാലിനും ഇപ്പോൾ എവിടെയാണ്? അവർക്ക് കോൺഗ്രസിന്റെ അഹങ്കാരവും ഈഗോയും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സഖ്യത്തിന്റെ ഉള്ളിലിരുന്ന് തന്നെ അവർ കോൺഗ്രസിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ കൂടെ പോയാൽ തങ്ങളുടെ ഉള്ള ഇമേജ് കൂടി പോകുമെന്ന് അവർക്ക് നന്നായി അറിയാം. വ്യത്യസ്ത നിറത്തിലും ചിന്താഗതിയിലുമുള്ള പാർട്ടികളെ ഒന്നിപ്പിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഇവർ വാദിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് ആർക്കെങ്കിലും പരസ്പരം വിശ്വാസമുണ്ടോ? ഒരിക്കലുമില്ല. ഈ സഖ്യത്തിൽ ആരാണ് വഞ്ചകൻ, ആരാണ് വിശ്വസ്തൻ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. മമത ഡൽഹിയിൽ മീറ്റിംഗിന് പോയപ്പോൾ ബംഗാളിൽ സ്വന്തം പാർട്ടിയിൽ എന്താണ് സംഭവിച്ചത്? തൃണമൂൽ കോൺഗ്രസ് പാളയത്തിൽ വലിയ അസംതൃപ്തിയാണ് പുകയുന്നത്. കാലം മാറുന്നത് വളരെ പെട്ടെന്നാണ്. പണ്ട് ബി.ജെ.പിയിൽ നിന്ന് വന്ന് മമതയുടെ കാല് പിടിച്ച് സീറ്റ് വാങ്ങിയ കീർത്തി ആസാദിനെ പോലുള്ളവർ ഇന്ന് മറ്റുള്ളവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നു. പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി പണം വാങ്ങിയെന്ന ആരോപണത്തിൽപ്പെട്ട് നാണം കെട്ട മഹൂബ മൊയ്ത്രയെ പോലുള്ളവരാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ മുഖമായി നടക്കുന്നത്. ഇങ്ങനെയുള്ള അഴിമതിക്കാരുടെയും ഈഗോ നിറഞ്ഞവരുടെയും കൂട്ടായ്മയാണോ രാജ്യത്തെ നയിക്കാൻ പോകുന്നത്? ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന നേതാവ് വേറിട്ട് നിൽക്കുന്നത്. ഈ നേതാക്കളെല്ലാം കൂടി പരസ്പരം തല്ലുകൂടുമ്പോൾ മോദിയും ബി.ജെ.പിയും രാജ്യത്തിന്റെ വികസന കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് മുതൽ ഇന്ത്യയെ സാമ്പത്തിക ശക്തിയായി ഉയർത്തിയത് വരെ, ഒരുപാട് ക്ഷേമ പദ്ധതികൾ എത്തിക്കുന്നത് വരെ മോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. ബി.ജെ.പിക്ക് വ്യക്തമായ ഒരു നേതാവുണ്ട്, ഒരു നയമുണ്ട്, കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് എന്താണുള്ളത്? അവർക്ക് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലുമില്ല. രാഹുൽ ഗാന്ധിയെ നേതാവാക്കാൻ മമതയ്ക്ക് സമ്മതമല്ല. മമതയെ നേതാവാക്കാൻ കേജ്രിവാളിന് സമ്മതമല്ല. ശരത് പവാറിന് സ്വന്തം കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ജനവിരുദ്ധ ഈഗോ സഖ്യത്തെ ഭാരതത്തിലെ ജനങ്ങൾ കൈവിടുക തന്നെ ചെയ്യും. ബി.ജെ.പിയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇന്ത്യ സഖ്യം ഇപ്പോൾ വെറും ഒരു നോക്കുകുത്തി മാത്രമാണ്. നേതാക്കളുടെ ഈഗോയും അധികാരമോഹവും കാരണം ഈ സഖ്യം ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി ദുർബലമായി കഴിഞ്ഞു. തോറ്റവരുടെ ഈ കൂട്ടായ്മയ്ക്ക് മുന്നിൽ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയോടെ നരേന്ദ്രമോദിയും ബി.ജെ.പിയും വീണ്ടും കരുത്തോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി ഇവിടെയാണ് ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ഒളിഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ വന്ന് ബി.ജെ.പിയെ താഴെയിറക്കാൻ തന്ത്രം മെനയുന്ന മമതാ ബാനർജിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? സ്വന്തം തട്ടകമായ ബംഗാളിൽ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയ അവസ്ഥയിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. പുറത്ത് വലിയ വീരവാദം പറയുമെങ്കിലും മമതയുടെ സ്വന്തം തൃണമൂൽ കോൺഗ്രസ് എന്ന നിയമസഭയിലും പാർലമെന്റിലും ദയനീയമായി പിളർന്നിരിക്കുകയാണ്.
ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സഖ്യമുണ്ടാക്കിയതെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയെയും സ്വന്തം കസേരയെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള അവസാനത്തെ അടവാണ് ഈ ഡൽഹി മീറ്റിംഗിലൂടെ പയറ്റിയത്. സ്വന്തം പാർട്ടിയിലെ എംപിമാരും MLA-മാരും കൂട്ടത്തോടെ കൈവിട്ടു പോകുമ്പോൾ പാർട്ടിയെ എങ്ങനെയും പിടിച്ചു നിർത്താൻ മറ്റുള്ളവരുടെ സഹായം തേടേണ്ട ഗതികേടിലാണ് ഇന്ന് മമത. ഈ ഒരു തകർച്ചയിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനും അണികളുടെ മുന്നിൽ താൻ വലിയൊരു ദേശീയ നേതാവാണെന്ന് കാണിക്കാനും വേണ്ടിയാണ് മമത ഇപ്പോൾ ഡൽഹിയിൽ വന്ന് ഇങ്ങനെയൊരു ഇന്ത്യ സഖ്യ നാടകം കളിച്ചത്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്വന്തം പാർട്ടിയെ പോലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത, സ്വന്തം നേതാക്കളുടെ വിശ്വാസം പോലും പിടിച്ചു പറ്റാൻ കഴിയാത്ത ഒരു നേതാവാണ് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി മുന്നണി ഉണ്ടാക്കാൻ നടക്കുന്നത്. ഒരു വശത്ത് സ്വന്തം പാർട്ടി പിളർന്ന് തരിപ്പണമാകുന്നു, മറുവശത്ത് ആ തകർച്ച മറച്ചു വെക്കാൻ വേണ്ടി വലിയ സഖ്യത്തിന്റെ യോഗം വിളിച്ചുകൂട്ടുന്നു. എന്തൊരു രാഷ്ട്രീയ ഇരട്ടത്താപ്പാണിത്. ഇങ്ങനെയുള്ള തകർന്ന പാർട്ടികളും പരാജയപ്പെട്ട നേതാക്കളും ചേർന്നുണ്ടാക്കുന്ന ഈ നാടക കൂട്ടായ്മയ്ക്ക് മുന്നിലാണോ ഇന്ത്യയിലെ ജനങ്ങൾ വീഴാൻ പോകുന്നത്? ഇനി നമുക്ക് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ രാഹുൽ ഗാന്ധിയെയും മമതാ ബാനർജിയെയും MK സ്റ്റാലിനെയും ഒക്കെ ഒന്ന് എടുത്തു നോക്കാം. BJPയെ എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ ഇവർ നടത്തുന്ന നെട്ടോട്ടവും അഭ്യാസങ്ങളും കണ്ടാൽ ശരിക്കും ചിരി വരും. രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് പാവങ്ങൾ. പക്ഷെ എന്ത് ചെയ്യാൻ? BJPയെ പുറത്താക്കാൻ നോക്കുന്നതിന് മുമ്പ് ഇവരുടെ ഉള്ളിലെ ഈഗോയുടെ കനലൊന്ന് അണയ്ക്കണ്ടേ? അതില്ലാതെ എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും ഇതുപോലെ തമാശയായി അവസാനിക്കും. അത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം തന്നെ എടുക്കാം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു, വടക്ക് നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്തു, താടിയും മുടിയും നീട്ടി വലിയൊരു നേതാവാകാൻ നോക്കി. BJPയെയും മോദിയെയും താഴെയിറക്കാൻ രാഹുൽ ഗാന്ധി ചെയ്യാത്ത പരീക്ഷണമില്ല. എന്നിട്ടിപ്പോൾ എന്തായി? സ്വന്തം പാർട്ടിക്ക് തുടർച്ചയായി 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലാണ് രാജ്യത്തെ ജനങ്ങൾ വട്ടപൂജ്യം കൊടുത്തത്. എന്നിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. താൻ തന്നെയാണ് ഈ സഖ്യത്തിന്റെ രാജാവ്. താൻ പറയുന്നിടത്ത് എല്ലാവരും ഒപ്പിടണം എന്ന മട്ടിലാണ് രാഹുലിന്റെ പോക്ക്. തോറ്റമ്പിയ ചരിത്രമുള്ള കോൺഗ്രസ് ഇങ്ങനെ വലിയേട്ടൻ സമയം നോക്കുമ്പോൾ ബാക്കിയുള്ള പ്രാദേശിക നേതാക്കൾക്ക് അതെങ്ങനെ സഹിക്കും? അപ്പോഴാണ് ബംഗാളിലെ കടുവ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മമതാ ബാനർജിയുടെ എൻട്രി. മമതയ്ക്ക് രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കാൻ മടിയാണ്. മോദിയെ ഒതുക്കാൻ വേണ്ടി സഖ്യമുണ്ടാക്കാൻ ഓടി നടന്ന മമത ഇപ്പോൾ ബംഗാളിൽ BJPയുടെ വളർച്ച കണ്ട് ഉറക്കമില്ലാത്ത അവസ്ഥയിലാണ്. ഡൽഹിയിൽ വന്ന് രാഹുൽ ഗാന്ധിയോട് ചിരിച്ച് സംസാരിക്കുമെങ്കിലും ബംഗാളിൽ ചെന്നാൽ കോൺഗ്രസിനെ അടിയോടെ പിഴുതെറിയുമെന്നാണ് മമത പറയുന്നത്. എന്തൊരു ഇരട്ടത്താപ്പാണിത്! സ്വന്തം ഈഗോ മാറ്റിവെക്കാൻ കഴിയാത്ത മമതയാണ് മോദിയെ വെല്ലുവിളിക്കാൻ നടക്കുന്നത്. ഇനി തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ കാര്യം നോക്കൂ. ദേശീയ തലത്തിൽ BJPയെ പുകച്ചു ചാടിക്കാൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമെങ്കിലും കോൺഗ്രസിന് കൂടുതൽ സീറ്റോ സ്വാധീനമോ കൊടുക്കാൻ സ്റ്റാലിൻ തയ്യാറായിരുന്നില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ചെന്നൈയിൽ ചെല്ലുമ്പോൾ സ്റ്റാലിൻ കാണിക്കുന്ന വലിയേട്ടൻ ഭാവം കണ്ടാൽ അറിയാം ഇവരുടെ ഉള്ളിലെ ഈഗോ എത്രത്തോളം ഉണ്ടെന്ന്. ഇവരൊക്കെ BJPയെ പുറത്താക്കാൻ വേണ്ടിയാണോ അതോ തങ്ങളുടെ സ്വന്തം കസേരകൾ നിലനിർത്താൻ വേണ്ടിയാണോ ഈ കടുംവെട്ട് നടത്തുന്നത്? BJPയെ നേരിടാൻ ഇവർക്കൊരു കൃത്യമായ പദ്ധതിയോ നയമോ ഉണ്ടോ? ഇല്ല. ഉള്ളത് മുഴുവൻ അടിയും ഈഗോയും മാത്രമാണ്. BJPക്ക് ഒരു നരേന്ദ്രമോദിയുണ്ട്, അമിത്ഷായുണ്ട്, ശക്തമായ അണികളുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. തമ്മിൽ അടി തുടങ്ങും. രാഹുൽ ഗാന്ധിക്ക് മമതയെ പറ്റില്ല, മമതയ്ക്ക് സ്റ്റാലിനെ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ഈ ഈഗോയും അഹങ്കാരവും തമ്മിൽ തല്ലും അവസാനിപ്പിക്കൂ. എന്നിട്ടാകാം മോദിയെയും BJPയെയും പുറത്താക്കൽ. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അഴിമതിയും ഈഗോയും നിറഞ്ഞ ഈ പ്രതിപക്ഷ സഖ്യത്തെ തള്ളിക്കളഞ്ഞ് വികസനത്തിന്റെ രാഷ്ട്രീയവുമായി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദിയെയും BJPയെയും രാജ്യം വീണ്ടും വീണ്ടും വലിയ പിന്തുണ നൽകിയത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.